രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കാൻ മുസ്ലിം ലീഗിന്റെ സൈബർ വിഭാഗം ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നു. രാഹുലിന് അനുകൂലമായി ക്യാപ്സ്യൂളുകളായും പൊളിറ്റിക്കൽ നരേറ്റീവുകളായും സൈബർ ഇടങ്ങളിൽ വന്ന പോസ്റ്റുകൾക്ക് പിന്നിൽ ലീഗിന്റെ സൈബർ പടയാണെന്നാണ് വിമർശനം. അതേസമയം സകല വിഷയങ്ങളിലും മാധ്യമങ്ങളെ വിളിച്ചുവരുത്തി പ്രതികരിക്കുന്ന യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിന്റെ മൗനവും ചർച്ചയാവുകയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, ഈ ലീഗിന്റെ സൈബർ വിങ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ട് എന്തും പറയുന്നവരാണ് എന്ന് പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും ഇല്ലാത്തത്ര സ്നേഹമാണ്. സൈബർ കൂട്ടങ്ങൾ രണ്ടു വശത്തുണ്ട് കേട്ടോ. എന്നാലും അവരെക്കാൾ ആവേശത്തിൽ ലീഗുകാർ അതായത് ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്നു, പൊളിറ്റിക്കൽ നരേറ്റീവ് ഉണ്ടാക്കുന്നു. ഇപ്പോഴും രാഹുലിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു അവർ. കൃഷ്ണരാജ്, തീർച്ചയായും ഇത് തന്നെയാണ്. അതായത് ഈ രാഹുലിനെതിരെ ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്ന ആ സമയം മുതൽ തന്നെ രാഹുലിനെ വെള്ളപൂശാനുള്ള ശ്രമം അത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സൈബർ ഇടങ്ങളെക്കാൾ അധികം നടത്തിയത് യൂത്ത് ലീഗിന്റെ സൈബർ ഇടങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇനി ഈ നിമിഷം വരെ ഈ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ നരേറ്റുകളും ക്യാപ്സ്യൂളുകളും പടച്ചുവിടുന്ന തിരക്കിലാണ് യൂത്ത് ലീഗിന്റെ സൈബർ ഇടങ്ങളാണ് എന്നുള്ളതാണ്. ഏകദേശം 6000-ലധികം ലീഗ് പ്രൊഫൈലുകളിലും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമാണ് രാഹുലിനെ വെള്ളപൂശിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഇപ്പോൾ തന്നെ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ വടകരയിൽ ഷാഫി പറമ്പിൽ MP ആദ്യഘട്ടത്തിൽ പ്രചരണത്തിന് 200-ലധികം ലീഗിന്റെ പ്രൊഫൈലുകളും വാട്സപ്പ് ഗ്രൂപ്പുകൾക്കുമൊക്കെ ആ ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അതേ വാട്സപ്പ് പ്രൊഫൈലുകളും അതേ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശിക്കൊണ്ടുള്ള ക്യാപ്സ്യൂളുകളും പൊളിറ്റിക്കൽ നെറേറ്റുകളുമായി ഇപ്പോഴും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നവർക്കെതിരെയും വെട്ടുകിളി ആക്രമണം നടത്തുന്ന രീതിയിലേക്കും ലീഗിന്റെ സൈബർ ഇടങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി തന്നെ സരിതയും മുകേഷിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശിക്കൊണ്ടുള്ള പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. യൂത്ത് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളൊക്കെ തന്നെ രാഹുലിനെ വെള്ളപൂശാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സൈബർ ഇടങ്ങൾ രാഹുലിന് വലിയ പിന്തുണയുമായി എത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ യൂത്ത് ലീഗിനകത്തുള്ള നേതാക്കൾക്ക് തന്നെ വലിയ വിമർശനമുണ്ട് എന്നുള്ളതാണ്. അതായത് ലീഗിന്റെ സൈബർ ഇടങ്ങൾ എന്തിനാണ് രാഹുലിനെ ഈ രീതിയിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ ഈ ലീഗ് നേതൃത്വത്തിന്റെയും ഒക്കെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷേ ആ ചർച്ചയൊക്കെ തന്നെ തുടരുമ്പോഴും ലീഗിലെ പ്രവർത്തകർക്ക് ഈ അമർഷമൊക്കെ കാണിക്കുമ്പോഴൊക്കെ തന്നെയും ഈ യൂത്ത് ലീഗിന്റെ സൈബർ ഇടങ്ങൾ സജീവമായി തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഷാഫി പറമ്പിൽ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ PK ഫിറോസ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ PK ഫിറോസ്, ഇവർ ഒരു കെട്ടാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള സജീവമായ ചർച്ച ഇവരെ ചുറ്റിപ്പറ്റി നടന്നിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വിഷയം വന്ന സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK ഫിറോസ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, തന്റെ പ്രൊഫൈലുകളിൽ എവിടെയും ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന ഈ ക്രൂര പ്രവൃത്തിയെതിരെ പറയാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അടക്കമുള്ള ഒരു കാര്യവും തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഈ PK ഫിറോസ് ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വിഷയം ചോദിക്കുമോ എന്ന ഭയത്തിൽ നിന്ന് മാധ്യമങ്ങളോട് പോലും ഒരു അകലം പാലിക്കാൻ PK ഫിറോസ് ഒരു ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റെല്ലാ വിഷയത്തിലും ഈ PK ഫിറോസ് കൃത്യമായി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി തനിക്ക് പ്രതികരിക്കണമെന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം വന്നപ്പോൾ ഒരു രീതിയിലുള്ള പ്രതികരണം നടത്താനും PK ഫിറോസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് യൂത്ത് ലീഗിന്റെ ഒരു സൈബർ വിങ് ഇത്തരത്തിൽ ഈ നിമിഷം പോലും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള നരേറ്റീവുകളും ക്യാപ്സ്യൂളുകളും ഒക്കെ ഇപ്പോഴും ഈ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ പ്രൊഫൈലുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ യൂത്ത് ലീഗിനകത്തും നേതാക്കൾക്ക് വലിയ അമർഷമുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ഇപ്പോഴും യൂത്ത് ലീഗിന്റെ സൈബർ വിങ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പൊളിറ്റിക്കൽ നരേറ്റീവുകൾ ഉണ്ടാക്കി പല പ്രൊഫൈലുകളിലും പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. കൃഷ്ണരാജ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കി ന്യായീകരണം തുടരുകയാണ് മുസ്ലിം ലീഗിൻ്റെ സൈബർ കൂട്ടങ്ങൾ.
അതിങ്ങനെ തുടരുകയാണ്. ക്യാപ്സ്യൂളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.